1970 മുതൽ 40 വർഷക്കാലം UDF-നെ ശക്തിപ്പെടുത്താനും ജനാധിപത്യ ചേരിയെ വിജയത്തിലെത്തിക്കാനും അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് ജനാധിപത്യ ചേരി എന്നും ഉയർത്തിപ്പിടിക്കും. ആ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ. UDF-ന് ഈ വേർപാടൊരു കനത്ത നഷ്ടമാണ്. ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയിലും ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാനും ഉപദേശങ്ങൾ തേടാനും മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും സാധിക്കുമായിരുന്നു. ഏത് പ്രതിസന്ധിയിലും പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകി ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ അദ്ദേഹം എന്നും നേതൃത്വം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് UDF-നും ജനാധിപത്യ ചേരിക്കും നികത്താനാവാത്ത ഒരു നഷ്ടം കൂടിയാണ്. പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒട്ടേറെ പേരാണ്, വലിയ ജനാവലിയാണ് ഇപ്പോൾ കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ലീഗ് നേതാക്കൾ എല്ലാവരും തന്നെ കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും മറ്റ് മലബാറിന്റെ മേഖലകളിൽ നിന്നെല്ലാമുള്ള നേതാക്കളാണ് ഇപ്പോൾ കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് ഇപ്പോൾ തന്നെ വീട്ടിൽ പാണക്കാട് കൊടപ്പനയ്ക്കൽ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. പ്രശാന്ത് നിലമ്പൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഇപ്പോൾ എങ്ങനെയാണ് പാണക്കാട് കൊടപ്പനയ്ക്കൽ വീട്ടിലെ അവസ്ഥ? ജനങ്ങളുടെ പ്രവാഹം ഇപ്പോഴും തുടരുകയാണോ? ഹസൻ, ആളുകൾ വളരെ കൂട്ടത്തോടെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇത് വാർത്ത കേട്ട ഉടൻ തന്നെ പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലേക്കുള്ള ഒഴുക്ക് ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പാണക്കാടും ആ പ്രദേശങ്ങളുമായി ഉള്ളത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട് ജനസമുദ്രമായി മാറിയിരിക്കുന്നു. റോഡ്, അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം റൂട്ടിൽ നിന്നും വേങ്ങരയിലേക്ക് പോകുന്ന വഴിയാണ് പാണക്കാട്ടേക്കുള്ള വഴി. ആ വഴി മുഴുവൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ റോഡിലൂടെ നിറഞ്ഞു ഒഴുകുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ അവരെ നിയന്ത്രിക്കാൻ പോലീസും പ്രവർത്തകരും, മുസ്ലിം ലീഗിന്റെയും മറ്റും പ്രവർത്തകരും വളരെ പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷേ ആളുകൾ കൂട്ടത്തോടെ ഒഴുകുകയാണ്. പലരും വികാരത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറച്ചു നേരം നടന്നതിന് ശേഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പലരും ദൈവത്തെ വിളിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് പാണക്കാട് സമീപത്തുനിന്ന് കാണുന്നത്. വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പലരും അങ്ങോട്ട് അടുക്കുന്നത്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന, രാഷ്ട്രീയത്തിനും അപ്പുറം എല്ലാവരുമായും വ്യക്തിപരമായി പോലും ഏത് സാധാരണ പ്രവർത്തകരുമായി പോലും ബന്ധം സൂക്ഷിക്കുന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാതെ മലപ്പുറത്തെ മുഴുവൻ ആളുകളും, അതുപോലെ തന്നെ തൊട്ടടുത്ത ജില്ലയായ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പോലും ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അവരുകൂടി എത്തുന്നതോടെ മലപ്പുറവും പാണക്കാടും ആർക്കും നീങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ജനസാഗരത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. ഹർഷൻ, നന്ദി പ്രശാന്ത്. വലിയൊരു നഷ്ടമാണ് പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഈ പെട്ടെന്നുള്ള ദേഹവിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യക്തിപരമായും അദ്ദേഹവുമായി വളരെ അടുത്ത് ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ച എനിക്ക് വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തും. ശിഹാബ് തങ്ങളുടെ അപ്രതീക്ഷിതമായ ഈ നിര്യാണം കേരളത്തിലെ പൊതുജീവിതത്തിൽ നികത്താനാവാത്ത ഒരു വിടവാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എതിരേറ്റ സമുന്നതനായ നേതാവെന്ന നിലയിലും തങ്ങൾ കുടുംബത്തിലെ ആത്മീയ നേതാവെന്ന രീതിയിൽ സമുദായത്തിനാകെ ആരാധ്യനുമായിരുന്ന ശ്രീ ശിഹാബ് തങ്ങൾ പൊതുജീവിതത്തിൽ സൗമ്യനും സ്നേഹനിധിയുമായി എല്ലാവരാലും അറിയപ്പെടുന്നു. എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ കാഴ്ചപ്പാട് എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ
പ്രവർത്തകർക്കുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും വ്യക്തിപരമായി ദുഃഖത്തിലും പങ്കുചേരുന്നു. അദ്ദേഹത്തോടുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളെ മനസ്സിൽ കൊത്തിവെച്ചതുപോലെയുണ്ട്. അത്രമാത്രം ചെറിയ സമയമാണ് ചില സമയത്ത് അദ്ദേഹവുമായി ചെലവഴിച്ചതെങ്കിലും അതൊരു വലിയ അനുഭവമായി നമ്മുടെയൊക്കെ ഹൃദയങ്ങളൊക്കെ നിറച്ചു തരാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ഇത്രയും ആകർഷകമുള്ള ഒരു നേതാവിനെ വേറെ നമുക്ക് അധികം കാണാൻ പറ്റുമെന്നുള്ളതാണ്. ചെന്ന ആളെ തന്റെ പുഞ്ചിരി കൊണ്ടും സ്നേഹം കൊണ്ടും കീഴടക്കി കളയാൻ പറ്റുന്ന അത്ര ഉയർന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ രാജ്യത്തെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയ ഒരു പടയാളിയായിരുന്നു അദ്ദേഹം. അതിനുവേണ്ടി ചിലപ്പോൾ സമൂഹത്തിനകത്ത് തന്നെയുള്ളവര് ഇത്രയും ഒരു വിശാലത വേണമോ എന്ന് പോലും സംശയിച്ചിട്ടും അദ്ദേഹം തന്റെ ഒരു തത്വം, അത് പ്രവാചകനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു സന്ദേശങ്ങളുടെ എല്ലാം കൂടി സ്വാംശീകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ പാതയാണ് എന്നും പിൻപറ്റാൻ ശ്രമിച്ചിട്ടുള്ളത്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വളരെ വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഇത്രയും ശാന്തനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ കഴിയുകയില്ല. അത്രയും ശാന്തമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഒരു കേരളത്തിലും ഇന്ത്യയിലും പലപ്പോഴും നിർണായകമായ പല രാഷ്ട്രീയ തീരുമാനങ്ങളും എടുക്കേണ്ടി വന്നിട്ടുള്ള ഘട്ടങ്ങളിലും വളരെ ശാന്തമായും സൂക്ഷ്മതയോടും കൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹവുമായി വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴും ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്.